ഹേ ഓൾ അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ റംലാൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത്താഴത്തിന് എണീച്ചില്ല, ഞാൻ നല്ല ലേറ്റായിട്ട് കിടന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ എണീറ്റത് 9:30-ക്കാണ്. അത്താഴത്തിന് കഴിക്കാൻ വേണ്ടി ഞാൻ എഗ്ഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കഴിക്കാൻ ഞാൻ എണീറ്റുമില്ല, ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി. പിന്നെ ഈ ഒരു മാംഗോ ഞാൻ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, അതും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ബ്രഷൊക്കെ എടുത്ത് ബ്രഷ് ചെയ്യാൻ പോയി. അപ്പോഴേക്ക് ഇവാനും എണീറ്റ് വന്നിട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ എഗ്ഗും ദോശയും കൊടുത്ത്, പിന്നെ ഞാൻ വേറെ എന്തോ പണിയിൽ ചെയ്യാൻ പോണതുകൊണ്ട് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർട്ടൂണാണ് കേട്ടോ നാഷ്ത, അത് വെച്ച് കൊടുത്ത്. എനിക്ക് ഇന്ന് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ മേലേക്ക് എഡിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. മേലേക്ക് കയറാൻ പറ്റുന്നില്ല, കാരണം ഇന്നലത്തെ എക്സസൈസിൻ്റെ പവർ ഇന്നൊക്കെയാണ് കേട്ടോ കാലുമൽക്കൊക്കെ കാണിക്കുന്നത്. അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ നല്ല കുടുതക്കറി, പിന്നെ ചോറ്, കുടുത പൊരിച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഉപ്പാക്ക് നോമ്പെടുക്കാൻ പറ്റില്ല കേട്ടോ, ഉപ്പാക്ക് ടാബ്ലറ്റൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലെ രാത്രി നമ്മളെ നെയ്ബർ കൊണ്ടുവന്ന പഴംപൊരി, പിന്നെ എന്താ പറയുക റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഭാഗം നോക്കിയില്ല. മോള് മേലെ പോയിട്ട് കുളിക്കാൻ പോയിരിക്കണ്ട എൻ്റെ അനിയത്തിനായിട്ട്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്ന് അവളെക്കാലം വലിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആശത്തിക്ക് ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ ഫോട്ടോ എടുക്കണം എന്നൊക്കെ അറിഞ്ഞാൽ. അങ്ങനെ കുറച്ച് ക്ലോത്തൊക്കെ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടൈം നന്നായി പോയിണ്ടായിരുന്നു. ഇതാണ് കേട്ടോ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യണ സ്മൂത്തി. വലിയതൊന്നും ആയിട്ടൊന്നുമില്ല, കുറച്ച് 2 റോബസ്റ്റയും 3 ഡേറ്റ്സും പിന്നെ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ്, പിന്നെ മിൽക്കിന് പകരം ആൽമണ്ട് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യണം. അതില്ലാത്തവർക്ക് ബദാം നേരിട്ടിട്ടാലും മതി. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ഇടണം നിർബന്ധമാണ് കേട്ടോ. ഞാൻ അനാറാണ് എടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവായതിനെക്കൊണ്ട്. പിന്നെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റാക്കിയാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, കാരണം ഒട്ടും മധുരമില്ല എന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. രണ്ടാമത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ, ചപ്പാത്തി നൂഡിൽസാണ്. അത് ചിക്കൻ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക, പിന്നെ വെന്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. 2 ചപ്പാത്തിയാണ് കേട്ടോ എനിക്ക് അലൗഡുള്ളൂ. ആ 2 ചപ്പാത്തി ചെറിയ പീസാക്കി നൂഡിൽസ് പോലെ കട്ട് ചെയ്യുക. ഞാൻ ചോപ്പറിലിട്ടിട്ട് ചിക്കന് വലിയതായി ചെറിയ ചെറിയ പീസാക്കാറില്ല, ഞാൻ ജസ്റ്റ് ഇടിക്കുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഉണ്ടാക്കേണ്ട രീതി വളരെ സിമ്പിളാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ഇഷ്ടമുള്ള വെജീസ് ഇടുക, പിന്നെ ചിക്കൻ ഇടുക. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നൂഡിൽസ് പോലെ കട്ട് ചെയ്ത ചപ്പാത്തി ഇടേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. ഞാൻ അത്താഴം വയ്ക്കാണ്ട് നോമ്പെടുത്തുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ. അപ്പോഴത്തേനും ഉമ്മയും വാനും പോയിട്ട് കടയിൽ പോയിട്ട് എനിക്ക് എഗ്ഗ് എന്തായാലും വേണം, പ്രോട്ടീനാണല്ലോ. അപ്പോൾ എഗ്ഗും പിന്നെ പൊട്ടറ്റോയും പിന്നെ ബാലൻസ് ക്യാഷും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ ആ എഗ്ഗൊക്കെ ട്രയൽ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് അപ്പം തന്നെ എടുത്ത് വെച്ചു. ഫ്രിഡ്ജിലാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ എന്നെപ്പോലെ ബാക്കിയുള്ളവർക്ക് നോമ്പെടുക്കാൻ അവർ ഡയറ്റല്ലല്ലോ, അപ്പോൾ അവർക്കുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് മുന്തിരിയാണ് കേട്ടോ. എനിക്ക് ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് മുന്തിരി. പക്ഷേ മുന്തിരി, മാങ്ങ, ചക്ക അലൗഡല്ല. ബാക്കി ഇന്നത്തെ നമ്മളെ പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ ഇത്. ഞാനിത് മെയിനായിട്ട് വേപ്പിൻ തൈക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. റോസിൻ്റെ ആണ് മുട്ടത്തോടൊക്കെ ആണെങ്കിൽ റോസിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അലക്കിയതൊക്കെ തോരടുണ്ടായിരുന്നു. വേഗം പണികൾ തീർത്തിട്ട് വേണം കെടുക്കാൻ, തീരെ വയ്യായിരുന്നു. അങ്ങനെ എൻ്റെ അനിയത്തി അവളെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു. അവളേതായ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവളാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും. പിന്നെ മുന്തിരി സെറ്റായി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അവൾ തന്നെയാണ് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി ബജ്ജീസൊക്കെ ഉണ്ടാക്കി ടേബിളുമ്പോൾ സെറ്റ് ചെയ്തു. ഞാനും ഇവാനും കേട്ടോ നോമ്പറൊക്കെ ഇരിക്കുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്താണ്. വാങ്ങ് കൊടുക്കാനായിട്ട് മുമ്പ് തന്നെ ഒരാൾ ഷാർജ ഷേക്ക് കുടിച്ചു തുടങ്ങി. വാങ്ങ് കൊടുത്തതിന് ശേഷം ഒരു ഡേറ്റ്സും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിരുന്നു, കാരണം ആ സൈഡിൽ ഇരുന്നാൽ എൻ്റെ കൺട്രോൾ പോകുമെന്ന് അറിയുക. എനിക്കിഷ്ടമുള്ള ബജ്ജികളൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ സ്മൂത്തി ഇന്നലത്തെ ക്യാരറ്റ് ഷേക്ക് പോലെ ഒന്നല്ല, അടിപൊളിയാണ്. സ്വീറ്റ്നെസ് കുറച്ച് കുറവുണ്ടെന്നുള്ളൂ, പക്ഷേ ഇത് പോണ വഴി അറിയണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുള്ള് കുടിച്ചു കേട്ടോ, ഒരു തരി പോലും ബാലൻസ് വയ്ക്കാതെ കുടിച്ചു. ഈ ഒരു റെസിപ്പി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇനിയുള്ള നോമ്പിൽ ഇതും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നൈറ്റത്തെ ഫുഡാണിത്, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ഇനി ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ്. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇവാനും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇവാനും ഉമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ നേരെ മേലേക്ക് കയറി പോന്നു. എനിക്ക് 5 സെക്ഷൻ വരുന്നുണ്ട്, അതിലിഷ്ടമുള്ള സെക്ഷൻ കയറാം. ഫുഡ് കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വയർ ഫ്രീ ആക്കിയിട്ട് എക്സസൈസ് ചെയ്യാം. എനിക്കിന്ന് ട്രെയിനർ ഇതാ വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നുള്ളത് 2000 ചലഞ്ച് സ്റ്റെപ്പാണ് കേട്ടോ ചെയ്യാനുള്ളത്. നമ്മൾ ബിഗിനേഴ്സ് ആയാലും ഇവരതേ സ്പീഡിൽ ചെയ്യണം, എന്നാലും നമുക്ക് വാല്യൂ ഉള്ളൂ. നമുക്ക് കാലുവേദനയാണ്, കൈവേദന എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാൻ സമ്മതിക്കുകയില്ല. പിന്നെ നമ്മൾ ക്യാമറ ചെയ്യുമ്പോൾ സൂമിൽ ഓണാക്കിയിടണം. നമ്മൾ ജസ്റ്റ് ഉടായ്പ് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ട്രെയിനേഴ്സിൻ്റെക്ക് അത്യാവശ്യം ചീത്ത കേൾക്കും. ചീത്ത മീൻസ് നല്ല ചീത്ത ഒന്നല്ല, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ.
നമ്മൾ ക്യാഷ് കൊടുത്ത് ചേർന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റേതായ ഇത് കാണിക്കണം. സുബൈക്ക് 3 മണിക്ക് വരെ വർക്കൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ കയറാറില്ല. പിന്നെ 8:30 ഉണ്ട്, പിന്നെ 10:30 ഉണ്ട്, പിന്നെ 3 മണിക്ക് ഉണ്ട്, പിന്നെ 9:30, പിന്നെ 11 മണിക്ക്. ഞാൻ അന്ന് 11 മണിയുടെ സെക്ഷനിലാണ് കയറിയത്. ഇന്നലെ ഞാൻ 9:30 to 10:30 1 മണിക്കൂറാണ് കേട്ടോ ക്ലാസ് വരുന്നത്. മെയിനായിട്ട് ഞാൻ ചേരാൻ നിന്നിട്ടുള്ളത് ഇവരെ ഭയങ്കര മോട്ടിവേറ്റ് ആണ് കേട്ടോ. PCOD, PCOS, തൈറോയിഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യണതാണ്. മെയിനായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ ഭയങ്കര സെറ്റായിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലത്താനായിട്ടും കാലുവേദന കുറച്ചൊരു കുറവുണ്ട്. സമയം 12:16 കേട്ടോ. ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് വാതിൽ തുറന്ന് ഞാൻ മേലത്തെ റൂമിലാണ് കേട്ടോ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. താഴെ ചെയ്താൽ ഇവാൻ ഉറങ്ങിയില്ല. ഇവാൻ എൻ്റെ കൂടെ ചെയ്യാൻ നിൽക്കും. എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയതിനെ കൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അടിയിൽ അനിയത്തി പഠിക്കാതിരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്കും ഇവാന് നല്ല ഉറക്കമായി. ഇന്ന് ഞാൻ കഴിച്ചതിൻ്റെ ഫുഡ് ഫോട്ടോ ഇതാണ് കേട്ടോ. ഇത് അവർക്ക് ട്രെയിനർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.